റിപ്പോർട്ടർ ഈ വാർത്ത ഏറ്റെടുക്കുകയാണ്. കാരണം ഈ വാർത്ത ഏറ്റെടുക്കുന്നതിന് റിപ്പോർട്ടറിന് ഒരു താല്പര്യമുണ്ട്. ആ റിപ്പോർട്ടറിൻ്റെ താല്പര്യം നടിയെ ആക്രമിച്ച നാൾ മുതൽ ഇങ്ങോട്ട് റിപ്പോർട്ടർ എടുത്ത ആർജവമുള്ള നിലപാടുകൾ പ്രേക്ഷകർ കണ്ടതാണ്. പലരും നിങ്ങൾക്കെന്തിനാ ഇതിൻ്റെ ആവശ്യം, നിങ്ങൾക്ക് ആ വാർത്ത മറ്റുള്ളവരെ പോലെ വിട്ടൂടെ എന്ന് ചോദിച്ചപ്പോഴും അതിനെ നെഞ്ചോട് ചേർത്തു പിടിച്ചതാണ് റിപ്പോർട്ടർ വാർത്താ സംഘം. അന്ന് MV നികേഷ് കുമാറും റോഷിപാലും തുടങ്ങി വെച്ച ആ പോരാട്ടം റിപ്പോർട്ടറിൻ്റെ പുതിയ ടീമും ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾ ആ വാർത്തയെ ചേർത്തു പിടിക്കുന്നത് അതിനിൽ ഒരു മനുഷ്യാവകാശമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ആ മനുഷ്യാവകാശം സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോവുക എന്ന ദൗത്യം റിപ്പോർട്ടർ TV തിരിച്ചറിയുന്നു. മാത്രവുമല്ല, നമ്മൾ ഈ WCCയുമായി ബന്ധപ്പെട്ട ചില പ്രതിനിധികളുമായി സംസാരിച്ചപ്പോൾ അവരുടെ ഒരു പോരാട്ടത്തെ പൂർണ്ണമായും നമ്മൾ പിന്തുണയ്ക്കുക തന്നെ വേണം. അതുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം കേസിനെന്താ തടസ്സം എന്നുള്ളത്. ഇന്ന് 7:50 റിപ്പോർട്ടർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. നമ്മുടെ സർക്കാർ യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിയമിക്കുമ്പോൾ, ഹേമ കമ്മിറ്റിയെ നിയോഗിക്കുമ്പോൾ നമ്മൾ കണ്ടതൊരു വലിയ നീക്കമായിട്ടാണ്. കാരണം ഇന്ത്യയുടെ ചലച്ചിത്ര മേഖലയിൽ പല സംസ്ഥാനങ്ങളിലും ഇതിനേക്കാൾ ഗുരുതരമായ ചൂഷണം നടക്കുന്നുണ്ട്. അവിടെയൊന്നും ഇതിനെക്കുറിച്ചുള്ളൊരു പഠനമോ ഒരു ചർച്ചയോ പോലും ഉണ്ടായിട്ടില്ല. അതൊക്കെ അങ്ങോട്ട് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് നമ്മൾ പറയില്ലേ, നോർമലൈസ് ചെയ്യുക എന്ന് നമ്മൾ പറയും. അതവിടത്തേക്ക് ഒരു സാധാരണ സംഭവമാണ്. ആരും അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. നടിയെ പീഡിപ്പിച്ചു, ഓ ഇതാണോ വലിയ കാര്യം എന്ന് ചോദിക്കുന്ന ഒരു സംവിധാനമുണ്ട്. പക്ഷെ നോക്കൂ, എത്രമാത്രം നിരുത്തരവാദപരമായ നിസ്സംഗത നിറഞ്ഞ ഒരു ചോദ്യമാണത്. പക്ഷെ നമ്മുടെ സംസ്ഥാനത്തെ ചലച്ചിത്ര മേഖലയിൽ നമ്മൾ അറിഞ്ഞതിലും അധികം ആഴത്തിലുള്ളൊരു പവർ ഗ്രൂപ്പ് പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളത് ചെറിയ ഒരു കാര്യമല്ല. ആ പവർ ഗ്രൂപ്പിൻ്റെ പിടിയിലാണോ നമ്മുടെ സംസ്ഥാന സർക്കാരും? അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതെ ഇരുന്നത് എന്തുകൊണ്ടാണ്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുമ്പോഴും അതിൽ ചില ഒളിച്ചുകളികൾ നടത്തിയത് എന്തിനാണ്? ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ട് കഴിഞ്ഞതിന് ശേഷവും നടപടിയെടുക്കാതെ കേസുള്ളവർ പോകട്ടെ എന്ന നിരുത്തരവാദപരമായ നിലപാട് സ്വീകരിച്ചത് എന്തിനാണ്? ഈ ചോദ്യങ്ങളാണ് റിപ്പോർട്ടർ ലൈവാത്തോൾ മുന്നിലേക്ക് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ഇന്നുവരെ റിപ്പോർട്ടർ തുടരുന്ന ഈ പോരാട്ടം മറ്റൊരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കൊപ്പം റോഷിപാൽ, TV പ്രസാദ്, ശ്രീജിത്ത്, അല്ലമീൻ, സൈഫുനീസ അലിയാർ, വിനീത വേണു, സായി കുമാർ, ശ്യാം ദേവരാജ് എന്നിവർ ചേരും വിവിധ ഘട്ടങ്ങളിൽ ഈ വിഷയത്തിൻ്റെ വിവിധ ആംഗിളുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ. കേസിനെന്താ തടസ്സം എന്നാണ് റിപ്പോർട്ടർ ചോദിക്കുന്നത്. മലയാളിക്കറിയണം ആരാണ് ആ വേട്ടക്കാരെന്നുള്ളത്. ആ വേട്ടക്കാർ ഇപ്പോഴും ഇരതേടി നടക്കുകയാണോ എന്നുള്ളത്, ഇരതേടി വേട്ടക്കാർക്ക് വഴിതെളിച്ചു കൊടുക്കുകയാണോ സർക്കാർ എന്നുള്ളത് നമ്മൾ ഇത്ര കടുപ്പിച്ച് ചോദിക്കുന്നതിൻ്റെ കാരണം ധാർമ്മികമായ രോഷം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരിലും ഉണ്ടാവുക തന്നെ വേണം. കാരണം സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഇപ്പോൾ ചോദ്യമുനയിലാണ്. പ്രത്യേകിച്ച് ഹൈക്കോടതി കൂടി സർക്കാരിനോട് ഇതിന്മേൽ എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നതെന്ന് അറിയിക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ നമ്മളുടെ വാർത്താ സംഘത്തിലേക്ക് പോകുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയും ചെയ്യും. റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. റോഷിപാൽ, ഈ നിസ്സംഗതയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. സർക്കാർ നിരുത്തരവാദപരമായ ഒരു നിലപാടെടുത്തു എന്ന ഒരു തോന്നൽ എല്ലാവരുടെ ഇടയിലുമുണ്ട്. ഹേമ കമ്മിറ്റിയെ നിയമിക്കുന്ന സമയത്തുള്ള സർക്കാരിൻ്റെ ഒരു ആവേശം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കേസെടുക്കാനില്ലാതെ പോകുന്നു എന്നതല്ലേ പ്രധാനപ്പെട്ട കാര്യം? റോഷിപാൽ, ഒരുപാട് കാര്യങ്ങൾ സർക്കാർ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നുണ്ടോ റോഷി? അരുൺകുമാർ, 2017 കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ രൂപം കൊള്ള WCC എന്ന സംഘടന മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട സിനിമാ മേഖലയിൽ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഒന്നൊന്നായി അവിടെ ധരിപ്പിച്ചപ്പോൾ അതിന് തൊട്ടു പിന്നാലെയാണ് WCCയുടെ ആവശ്യപ്രകാരം തന്നെ ഹേമ കമ്മിറ്റിയെ, 3 അംഗ കമ്മിറ്റിയെ സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയത്. ഈ സിനിമാ മേഖലയിലെ ഓരോ പ്രശ്നങ്ങളും വനിതകൾ നേരിട്ട വേട്ടയാടലുകൾ അടക്കം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ. ആ റിപ്പോർട്ടിൻ്റെ ആ പരിധിക്കുള്ളിൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് കൈമാറുന്നു. അന്ന് സാംസ്കാരിക മന്ത്രി AK ബാലനായിരുന്നു. ഈ റിപ്പോർട്ട് സ്വീകരിച്ചതിന് ശേഷം അത് പരിശോധിച്ച സർക്കാർ പക്ഷേ നിയമസഭയിൽ പോലും റിപ്പോർട്ട് വെക്കാൻ തയ്യാറായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3 തവണ MLA മാർ നിയമസഭയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ ഘട്ടങ്ങളിലൊക്കെ സ്വകാര്യത ചൂണ്ടിക്കാണിച്ച് റിപ്പോർട്ടിൻ്റെ പകർപ്പ് സഭയ്ക്കകത്ത്, സഭയുടെ മേശപ്പുറത്ത് വെക്കാൻ കഴിയില്ലെന്ന നിലപാട് സർക്കാർ ആവർത്തിച്ചു. പിന്നീട് പലവട്ടം വിവരാവകാശ കമ്മീഷനെ സമീപിച്ചു. പലരും, മാധ്യമപ്രവർത്തകരടക്കം സമീപിച്ചു. കൃത്യമായി ഈ വിവരാവകാശ നിയമപ്രകാരം സർക്കാരിനെ, സാംസ്കാരികാര്യ വകുപ്പിനെ സമീപിച്ചപ്പോൾ അതിനും ഉത്തരം ഇതായിരുന്നു. അതിനിടയിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി നേരത്തെ നൽകിയ, സർക്കാരിന് നൽകിയ കത്ത്, ഈ റിപ്പോർട്ട് സമർപ്പിച്ച് 1.5 മാസത്തിന് ശേഷം ഫെബ്രുവരിയിലാണ്, 2019 ഡിസംബർ 31-നാണ് ഈ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത്. അത് കഴിഞ്ഞ് ഫെബ്രുവരി മാസം 2ാം വാരം ആണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ഒരു കത്ത് നൽകുന്നത്.
നൽകുന്നത് ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വിവരങ്ങൾ അടങ്ങുന്ന ഈ റിപ്പോർട്ട് പുറത്തുവിടരുന്നതായിരുന്നു ആവശ്യം. ആ കത്ത് മറയാക്കിക്കൊണ്ട് സർക്കാർ വീണ്ടും ഇത് പൂഴ്ത്തിവെക്കുന്ന ഒരു സാഹചര്യം അത് വലിയ സംശയങ്ങൾ ഉണ്ടാക്കി. ഏറ്റവും ഒടുവിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ വിഷയം സഭയിലെത്തുന്നു. KK രമ MLA ആയിരുന്നു 2 വട്ടം ഈ നിയമസഭയിൽ ആവശ്യപ്പെട്ടത് റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തുവിടണമെന്ന്. അതും സർക്കാർ അംഗീകരിച്ചില്ല. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ കൃത്യമായി നിലപാട് ആവർത്തിച്ചു. അതിനുശേഷമാണ് ഇത് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A അബ്ദുൽ ഹക്കീമിന് മുന്നിലേക്ക് എത്തുന്നത്. ഏതായാലും സർക്കാർ ഈ ഇടയിലൊക്കെ സ്വീകരിച്ച നിലപാടുകൾ പലതും സംശയാസ്പദമാണെന്ന് പറയാതെ വയ്യ. കാരണം നമ്മൾ കണ്ടതാണ്, ഹൈക്കോടതി ഉത്തരവ് വന്നു, 7 ദിവസത്തിനകം ഈ അപേക്ഷ നൽകിയ എല്ലാവർക്കും ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറണമെന്ന്. പക്ഷേ സമയമുണ്ടായിട്ടും നിയമതടസ്സം ഇല്ലാതിരുന്നിട്ടും ആ റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തുവിടാനുള്ള ഒരു പ്രയാസം സർക്കാർ കാണിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതിൽ നമ്മൾ ഒരു പരാതി സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A അബ്ദുൽ ഹക്കീമിന് നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരാതി സ്വീകരിച്ചുകൊണ്ട് അപ്പോൾ തന്നെ നോട്ടീസ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ നോട്ടീസ് വലിയ സമ്മർദ്ദമായി സർക്കാരിന് മാറിയെന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നമുക്ക് ലഭിച്ചത്. സാംസ്കാരിക സെക്രട്ടറി വിരമിക്കാൻ അധിക മാസങ്ങളില്ല, അവരുടെ ജോലിയെ പോലും ബാധിക്കുമെന്ന ബോധ്യത്തോടെയാണ് അവർ ചീഫ് സെക്രട്ടറിയെ ഉൾപ്പെടെ അറിയിച്ചത്. ഇതിനിയും പിടിച്ചു നിർത്തിയാൽ തൻ്റെ ജോലി നഷ്ടപ്പെടും. അത്രയേറെ വലിയ പ്രശ്നങ്ങളായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ആര് കള്ളക്കളി കളിച്ചു എന്നതാണ് അറിയേണ്ടത്. സർക്കാരാണോ, അത് ഉദ്യോഗസ്ഥന്മാരാണോ, അത് രാഷ്ട്രീയ നേതൃത്വമാണോ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ മടി കാണിച്ചത് എന്ന കാര്യമാണ് ഇനി പുറത്തു വരേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. മാത്രവുമല്ല, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കരുതുന്നതിലും അപ്പുറമാണ് ഈ കേസിൻ്റെ ഗൗരവം. എന്തുകൊണ്ടെന്നാൽ 4.5 വർഷമായി ഈ റിപ്പോർട്ട് പൊതുസമൂഹത്തിൻ്റെ മധ്യത്തിൽ എത്തിക്കാതെ സർക്കാർ അത് ഒളിച്ചു പിടിക്കുകയായിരുന്നുവെന്നാണ്. സർക്കാർ അതിന് നൽകുന്ന വിശദീകരണം, വിവരാവകാശ കമ്മീഷണർ ഇത് ഈ റിപ്പോർട്ട് പുറത്തു കൊടുക്കേണ്ടതില്ല എന്ന് ഓർഡർ ഇട്ടതുകൊണ്ടാണ് ഇത് പുറം ലോകത്ത് എത്താതിരുന്നത് എന്നതാണ്. ഋഷിപാൽ, അതാണ് സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളും 4.5 വർഷക്കാലം ഈ റിപ്പോർട്ട് പുറം ലോകത്ത് എത്താതിരുന്നതിൻ്റെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ വിവരാവകാശ കമ്മീഷണർ സർക്കാരിനോട് ചോദിക്കുമ്പോൾ സർക്കാർ കൊടുക്കുന്ന മറുപടി ആശ്രയിച്ചായിരിക്കുമല്ലോ ഇത് പുറത്തു വിടണോ വേണ്ടോ എന്ന് തീരുമാനിക്കുക. ആദ്യഘട്ടത്തിൽ റിപ്പോർട്ട് പുറത്തുവിടാൻ ഈ സർക്കാരിന് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല എന്നത് വ്യക്തമായിരുന്നില്ലേ റോഷി? ഈ റിപ്പോർട്ട് സർക്കാർ സ്വീകരിച്ചപ്പോൾ തന്നെ സർക്കാരിന് ഇതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. പുറത്തുവിടുന്നത് ഇത് പരസ്യപ്പെടുത്തുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. മാത്രവുമല്ല, 1,06,00,000 രൂപ ചെലവഴിച്ച് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി 3-അംഗ കമ്മിറ്റി സിനിമാ മേഖലയിൽ നിരവധി പേരുടെ മൊഴി രേഖപ്പെടുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്, അതിന്മേൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ ഒട്ടും താല്പര്യമില്ലാതിരുന്ന സർക്കാർ ആ തരത്തിലുള്ള വിവരങ്ങളാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിക്കുന്നവർക്ക് ആ വിവരം നൽകുന്ന മറുപടി തന്നെ സ്വകാര്യ അത് മാനിക്കണം എന്നുള്ള നിലയിൽ. അതുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ല. പിന്നീട് ഈ വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ്, വിവരാവകാശ കമ്മീഷണർക്ക് വിൻസെന്റ് പോൾ ആയിരുന്നു ആ സമയത്ത് വിവരാവകാശ കമ്മീഷണർ. അവിടെ കമ്മീഷണർക്ക് നൽകിയ സർക്കാരിൻ്റെ മറുപടി, ഈ അപ്പീലായി വരുന്ന കത്തിന് മറുപടി ചോദിക്കുമ്പോൾ അതിന് നൽകിയ മറുപടി അടിസ്ഥാനത്തിൽ തന്നെയാണ് വിവരാവകാശ കമ്മീഷണർ അത്തരം ഉത്തരവ്. പിന്നീട് ഡോക്ടർ A അബ്ദുൽ ഹക്കീം ഈ സാഹചര്യങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ ധരിപ്പിച്ചത് കൊണ്ടാണ് അദ്ദേഹം പ്രത്യേക അധികാരം ഉപയോഗിച്ച്, സിവിൽ അധികാരം ഉപയോഗിച്ച് ഈ വിവരാവകാശ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാംസ്കാരിക വകുപ്പിനോട് ആവശ്യപ്പെട്ടു, 2 വട്ടമെങ്കിലും ആവശ്യപ്പെട്ടു റിപ്പോർട്ട് പൂർണ്ണമായും വിവരാവകാശ കമ്മീഷണർക്ക് കൈമാറാൻ. പക്ഷേ അതിന് തയ്യാറായില്ല. ഒടുവിൽ സിവിൽ നിയമം ഉപയോഗിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് വിളിച്ചു വരുത്തുകയായിരുന്നു. 3 മണിക്ക് ഓഫീസിലെത്തിക്കാനുള്ള നിർദ്ദേശം നൽകുന്നു. 2:30 ഈ സിവിൽ നിയമം അപകടമാകുമെന്ന് മനസ്സിലാക്കി സാംസ്കാരിക വകുപ്പ് നേരിട്ട് ഇതിൻ്റെ പകർപ്പ് എത്തിക്കുകയായിരുന്നു കമ്മീഷണർ ഓഫീസിൽ. അത് പരിശോധിച്ചതിന് ശേഷമാണ് കമ്മീഷണർ പറഞ്ഞത് ഇത് പുറത്തുവിടാമെന്നുള്ള നിർദ്ദേശം നൽകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നത്. പക്ഷേ തുടക്കം മുതൽ തന്നെ അതിൽ ചില ഇടപെടലുകൾ, സംശയാസ്പദമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ബോധിപ്പിക്കേണ്ട റോഷിപാൽ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മൾ പ്രേക്ഷകരുമായി അല്പസമയത്തിനുള്ളിൽ പങ്കുവയ്ക്കും. 20 മിനിറ്റിൽ താഴെ സമയമേ ഉള്ളൂ. ഒരു വലിയ വാർത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വരാനുണ്ട്.